നമസ്തേ പ്രിയമിത്രങ്ങളെ, നമ്മൾ 2026 കടക്കുകയാണ്. ഈ 2026 നമ്മെ സംബന്ധിച്ചിടത്തോളം എപ്രകാരമായിരിക്കും? സൗഭാഗ്യങ്ങളാണോ അതോ സങ്കടങ്ങളാണോ 2026 നമ്മൾക്കായി കരുതി വച്ചിരിക്കുന്നത് എന്ന് വളരെ ലളിതമായി ഒന്ന് അറിയുവാനുള്ള ഒരു എളിയ ശ്രമം. ഈ വീഡിയോയിലൂടെ നമ്മൾ അറിയുവാൻ ശ്രമിക്കുന്നത് അശ്വതി, ഭരണി, കാർത്തിക എന്നീ നാളുകൾക്ക് 2026 എത്രത്തോളം ഗുണപ്രദമാണ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവർ ശ്രദ്ധിക്കേണ്ടത് എന്ന് ലളിതമായി. സാധാരണഗതിയിൽ മലയാള വർഷത്തെ അടിസ്ഥാനമാക്കിയാണ് പറയുന്നതെങ്കിലും കാലവും മാറി, നമ്മുടെ ജീവിത രീതിയൊക്കെ മാറിയതുകൊണ്ട് ഇംഗ്ലീഷ് വർഷത്തിൻ്റെ തുടക്കത്തിലും പലരും ചോദിക്കുകയുണ്ടായി, ഈ 2026 ഞങ്ങൾക്ക് എത്രത്തോളം ഗുണപ്രദമാണ്, എന്തൊക്കെയായിരിക്കും അതിൻ്റെ ഫലമെന്ന് ചോദിക്കുകയുണ്ടായി. അതുകൊണ്ടാണ് ഈ ഒരു ഉദ്യമത്തിന് മുതിർന്നത്. അശ്വതി നാളുകാരെ സംബന്ധിച്ചിടത്തോളം 2026 ഗുണദോഷ സമ്മിശ്രമാണ്. ഏകദേശം പകുതി വരെ അല്പം സങ്കടങ്ങളും പിന്നീട് സന്തോഷത്തിനുള്ള സാധ്യതകളുമാണ് 2026 അവർക്കായി കരുതി വച്ചിരിക്കുന്നത്. അശ്വതി നാളുകാർക്ക് അവരുടെ കർമ്മരംഗത്തിൽ, അതായത് തൊഴിൽ മേഖലകളിൽ അല്ലറയില്ലറ തടസ്സങ്ങളും അസ്വസ്ഥതകളുമൊക്കെ കാണുന്നുണ്ട്. എന്നാൽ അത് വർഷം പകുതി കഴിയുന്നതോടുകൂടി അതിന് മാറ്റമുണ്ടാകും. ഒരു ജൂലൈയോടുകൂടി അതിന് മാറ്റമുണ്ടാവുകയും പിന്നീട് ഐശ്വര്യകരമായ തലത്തിലേക്ക് കാര്യങ്ങൾ മാറാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. അതുപോലെ തന്നെ ശാരീരികമായി തുടക്കത്തിൽ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. യാത്രാ ക്ലേശങ്ങളുടെ അസ്വസ്ഥതയും സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഏകദേശം പകുതി മാസം കഴിയുന്നതോടുകൂടി മംഗളകരമായ കർമ്മങ്ങളിൽ ഭാഗവാക്കാവുകയും പരീക്ഷകളിൽ വിജയത്തെ കരഗതമാക്കുകയും നേതൃനിരയിലേക്ക് ഉയരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. എന്തായാലും സങ്കടങ്ങളെത്തുമ്പോൾ അതിൽ നിന്ന് കരകയറുവാൻ ഈശ്വരവചനം അത്യന്താപേക്ഷിതമാണ്. ഒരുപക്ഷെ പൂർവ്വജന്മാർജിതമായി നമ്മിലേക്ക് എത്തപ്പെട്ടതായിരിക്കാം ഈ സങ്കടങ്ങൾ. അതുകൊണ്ട് തന്നെ അതിൻ്റെ തീവ്രത കുറയ്ക്കണമെങ്കിൽ ഈശ്വര ഭജനം അത്യന്താപേക്ഷിതമാണ്. അശ്വതി നാളുകാർ ജീവിതയാത്രയെ വിജയകരമായ രീതിയിൽ പൂർത്തീകരിക്കുന്നതിലേക്കായി മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്ര ദർശനം നടത്തുന്നതും നാമം ജപിക്കുന്നതും വളരെ ഗുണപ്രദമാണ്. അതുപോലെ തന്നെ ഈ നക്ഷത്രജാതർക്ക് എത്താൻ സാധ്യതയുള്ള സങ്കടങ്ങളുടെ തീവ്രത കുറയ്ക്കുന്നതിനും മാർഗതടസ്സം ഒഴിവാക്കുന്നതിനും മഹാവിഷ്ണുവിൻ്റെ കൃപ നേടുന്നതിലൂടെ അതിന് ഒരു പരിധിവരെയെങ്കിലും പരിഹാരം ലഭിക്കും. ആയതിനാൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും വിഷ്ണുവിൻ്റെ മന്ത്രങ്ങൾ ജപിക്കുന്നതും നാരായണായ എന്ന ഏറ്റവും ലളിതവും ഏറ്റവും ശക്തിമത്തായ മന്ത്രം സമയം കിട്ടുമ്പോഴൊക്കെ ജപിക്കുന്നത് വളരെ ഗുണപ്രദമായിരിക്കും. ഇനിയും നമ്മൾ അറിയാൻ ശ്രമിക്കുന്നത് ഭരണി നാളുകളെ പറ്റിയാണ്. ഭരണി നാളുകൾക്കും ഏകദേശം ഗുണദോഷ സമ്മിശ്രം തന്നെയാണ് ഈ 2026. ഈ നാളുകൾക്ക് കർമ്മ രംഗത്ത് അതികഠിനമായ പരീക്ഷണങ്ങളും സാമ്പത്തിക ക്ലേശങ്ങളും ശാരീരിക ബുദ്ധിമുട്ടുകളും തുടക്കത്തിൽ വളരെയേറെ കാണുന്നുണ്ട്. അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അശ്രദ്ധയിൽ നിന്ന് ഒരു പരിധിവരെ കഷ്ടനഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ആയതിനാൽ അശ്രദ്ധ വരാതെ കർമ്മരംഗത്തെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നത് വളരെ ഗുണപ്രദമായിരിക്കും. ഏടാകൂടങ്ങളിലും അതുപോലെ തന്നെ അനാവശ്യമായ സാഹചര്യങ്ങളിൽ നിന്നും വിവേകപൂർവമായി പിൻവാങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ ഈ നക്ഷത്രജാതരായ സ്ത്രീരത്നങ്ങൾക്ക് പ്രവർത്തന മേഖലകളിൽ ചില തടസ്സങ്ങൾ കാണുന്നുണ്ട്. മാതാവിൻ്റെ ആരോഗ്യം വളരെ മോശകരമായ രീതിയിലേക്ക് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്നാൽ സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലേക്ക് കടക്കുന്നതോടുകൂടി സങ്കടത്തിന് ഒരല്പം ശമനമുണ്ടാവുകയും മംഗളകർമ്മങ്ങളുടെ ഭാഗമാകാൻ കഴിയുകയും ധനാഗമനത്തിനുള്ള മാർഗം കാണുകയും ചെയ്യുന്നു. എങ്കിലും ബന്ധുവിയോഗവും തടസ്സവും വളരെയേറെ കാണുന്നുണ്ട്. ആയതിനാൽ ഇതിന് പരിഹാരം കാണാൻ ആഗ്രഹിക്കുന്ന ഈ നക്ഷത്രജാതർ സച്ചിദാനന്ദ സ്വരൂപനായ ഭഗവാൻ പരമേശ്വരനെ പ്രീതിപ്പെടുത്തുവാൻ ശ്രമിക്കുന്നത് വളരെ ഗുണപ്രദമാണ്. ശിവക്ഷേത്രങ്ങൾ സന്ദർശിക്കുകയും സമയം കിട്ടുമ്പോഴൊക്കെ ഓം നമഃശിവായ എന്ന സർവ്വസങ്കടഹരമായ ആ നാമം ജപിക്കുന്നതും വളരെ ഗുണപ്രദമാണ്. പരമേശ്വര കൃപയിലൂടെ ഒരു പരിധിവരെയുള്ള പരിഹാരം നമ്മൾക്ക് കണ്ടെത്താൻ കഴിയും. ഇനിയും നമ്മൾ അറിയുവാനായി ശ്രമിക്കുന്നത് കാർത്തിക നക്ഷത്രജാതരെ പറ്റിയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം 2026 വളരെ ഗുണപ്രദമാണ്. സാമ്പത്തികമായും ശാരീരികമായും അതുപോലെ തന്നെ കുടുംബ ഐശ്വര്യത്താലും സർവോപരി മനസമാധാനത്താലും സമൃദ്ധമാണ് 2026. അതുപോലെ തന്നെ ഈ നക്ഷത്രജാതരായ അമ്മമാർക്ക് അല്ലെങ്കിൽ സഹോദരിമാർക്ക് വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയും 2026 പ്രദാനം ചെയ്യുമെന്നതായി കാണപ്പെടുന്നു.
അതോടൊപ്പം തന്നെ സ്ഥാനമാനങ്ങളിലുള്ള കയറ്റവും വിദേശ യാത്രയും സർവവിധമായ ധനാഗമന മാർഗവും മംഗളകർമ്മങ്ങളിൽ ഭാഗമാകുവാനുള്ള അവസരം 2026 നിങ്ങൾക്കായി കാത്തുവച്ചിരിക്കുന്നു. എങ്കിലും ഡിസംബർ മാസത്തിലേക്ക് എത്തുന്നതോടുകൂടി ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കാം. ഐശ്വര്യങ്ങൾ അകാലത്തിൽ നമ്മെ വിട്ടുപോകാതിരിക്കുവാനും എത്തപ്പെട്ട ഐശ്വര്യം പരിപൂർണമായി നമ്മിലേക്ക് ലഭിക്കുവാനും അതിൻ്റെ ഗുണത്തെ അനുഭവിക്കുവാനും ഈശ്വരപ്രീതി കൂടി നേടിയാൽ തീർച്ചയായും നമ്മുടെ 2026 കാർത്തിക നക്ഷത്ര ജാതരെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണപ്രദം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അശ്വതി, ഭരണി, കാർത്തിക ഇത്യാദി നാളുകൾ സമയം കിട്ടുമ്പോൾ ഈശ്വര ഭജനം നടത്തുന്നത് വളരെ ഗുണപ്രദം തന്നെയാണ്. സർവേശ്വരൻ്റെ കൃപാ കടാക്ഷത്താൽ 2026 നിങ്ങൾക്ക് സർവ്വവിധമായ മംഗളത്തെയും പ്രദാനം ചെയ്യട്ടെ എന്ന് ഭക്തിയാദരപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ഹരി ഓം.